തമിഴ്നാട്ടിൽ വലിയൊരു രാഷ്ട്രീയ തീരുമാനം പുതിയ വിജയ് സർക്കാർ എടുത്തു കഴിഞ്ഞു. 717 ലിക്കർ ഷോപ്പുകളാണ് അടയ്ക്കാൻ ഉത്തരവായിരിക്കുന്നത്. അതായത് ആകെയുള്ള 4765 ലിക്കർ ഷോപ്പുകളിൽ 717 അടയ്ക്കാൻ വിജയ് ഉത്തരവിട്ട് കഴിഞ്ഞു. ക്ഷേത്രങ്ങൾ, അതുപോലെ സ്കൂളുകൾ, കോളേജുകൾ, ബസ് സ്റ്റാൻഡുകൾ, ഇതിനെല്ലാം 500 മീറ്റർ ദൂരപരിധിക്കുള്ള ഷോപ്പുകളാണ് അടയ്ക്കാൻ ആദ്യമായിട്ടുള്ള ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ചർച്ചകളാണുള്ളത്. തമിഴ്നാട് സർക്കാരിൻ്റെ ഏറ്റവും വലിയ റവന്യൂ കിട്ടുന്ന ഒരു വ്യവസായം കൂടിയാണ് ഈ ലിക്കർ ഷോപ്പുകൾ. ഏകദേശം 48,000 കോടിയിലധികമാണ് കഴിഞ്ഞ വർഷം ഇതിൽ നിന്നുള്ള വരുമാനം. ഇത്രയും വലിയൊരു റവന്യൂ ഗ്യാപ്പ് എങ്ങനെ ഫിൽ ചെയ്യുമെന്നുള്ളതും വിജയ് സർക്കാരിന് മുമ്പിലുള്ള വലിയൊരു ചോദ്യം തന്നെയാണ്. ഈ 717 ഷോപ്പുകൾ അടച്ചു കഴിഞ്ഞാൽ ഏകദേശം 7,000 മുതൽ 8,000 കോടി വരെ റവന്യൂ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നാണ് പല കണക്കുകളും പറയുന്നത്. ഉള്ള മദ്യഷാപ്പുകൾ സെൻസിറ്റീവ് ഏരിയകളിൽ ഉണ്ടാക്കുന്ന ശല്യം ചെറുതൊന്നുമല്ല. ലഹരി ഉപയോഗം കൊണ്ടുള്ള അപകടങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള ഹരാസ്മെൻറ്റും വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് സ്കൂൾ, കോളേജിൻ്റെ അടുത്തൊക്കെ ഉണ്ടാകുമ്പോഴുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ നമുക്ക് പറയാതെ തന്നെ അറിയാമല്ലോ. സാമൂഹിക ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് വിജയ് സർക്കാർ ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഇത് ശരിക്കും ബ്ലാങ്കറ്റ് ആയിട്ടുള്ളൊരു നിരോധനമല്ല, പക്ഷേ ഇതൊരു നിയന്ത്രണമാണ്. എത്രയൊക്കെ പറഞ്ഞാലും പലതരത്തിലുള്ള ചലഞ്ചസും ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ ഇനി വിജയ് സർക്കാരിന് കാത്തിരിക്കുന്നുണ്ട്. 15% വരുന്ന മദ്യഷാപ്പുകൾ അടയ്ക്കാൻ പറഞ്ഞത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യാഘാതമായി വിജയ് സർക്കാർ കാത്തിരിക്കുന്നത്. സാമ്പത്തികമാണ്, അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാമെന്ന് വിചാരിക്കാം. കാരണം വേറൊരു ഇൻകം സോഴ്സ് കണ്ടുപിടിച്ചാൽ മേ ബി ഇത് സോൾവ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ അപ്പോഴും പ്രശ്നങ്ങൾ ബാക്കിയാണ്. കാരണം നിയമവിരുദ്ധമായ വ്യാപാരം ഇവിടെ കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ശരി, അത് നല്ല തരത്തിലുള്ള എൻഫോഴ്സ്മെൻറ്റുകൾ ഏജൻസികളെ വെച്ച് നമുക്കത് തടയാൻ പറ്റും. അടുത്തൊരു പ്രശ്നമുണ്ട്. ഈ അടച്ച 717 മദ്യഷാപ്പുകളിലെ തൊഴിലാളികൾ, അവരുടെ കാര്യം എന്താണ്? തീരുമാനങ്ങൾ എത്രയും പെട്ടെന്ന് എടുക്കാനും എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാനും പറ്റുന്ന സർക്കാരാണ് വിജയിക്കുള്ളത്. ഇപ്പോൾ നികുതി കുറയ്ക്കുക എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ അതിൽ ആശ്രയിച്ചിരിക്കുന്ന എക്കണോമിയെ മാറ്റുക എന്ന് പറയുകയും അത് പ്രാബല്യത്തിലാക്കുകയും അത്ര എളുപ്പമല്ല. ഇതിപ്പോൾ വിജയ് സർക്കാരിൻ്റെ ആദ്യത്തെ വലിയൊരു രാഷ്ട്രീയ പരീക്ഷണമാണ്. ഈ ഒരു തീരുമാനം ശരിക്കും ഒരു സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ റവന്യൂ പ്രഷർ കാരണം ഫ്യൂച്ചറിൽ ഈ പോളിസി തിരിച്ചു വിളിക്കേണ്ട അവസ്ഥ വിജയ് സർക്കാർ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.